നിങ്ങൾ റെഡിയാണല്ലേ? പ്രഭാത ഭക്ഷണവും കഴിഞ്ഞു. ഇപ്പോൾ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ സമയമായി. വരൂ, പള്ളിക്കൂടത്തിലേക്ക് പോവാം. പള്ളിക്കൂടം അഥവാ സ്കൂളിലേക്കുള്ള യാത്ര. ഓരോ കുട്ടിയും പല പാഠങ്ങളും പഠിച്ച് അറിവ് നേടുവാനും ചിട്ടയും അച്ചടക്കവും പഠിക്കുവാനും പള്ളിക്കൂടം അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണം. ഗേറ്റ് അല്ലെങ്കിൽ പ്രധാന വാതിൽ. ഇത് പള്ളിക്കൂടത്തിന് സംരക്ഷണം നൽകുന്നു. വാതിൽ അടച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് ഓടാൻ കഴിയില്ല. സ്കൂൾ ബാഗ് അഥവാ പുസ്തക സഞ്ചി. ഓരോ വിദ്യാർത്ഥിയും സ്കൂൾ ബാഗ് എടുത്തുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതിനുള്ളിൽ നോട്ട് പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ, പേന, പെൻസിൽ, റബ്ബർ എന്നിങ്ങനെയുള്ളവ ഉണ്ടാകും. സ്കൂൾ ബസ്. സ്കൂളിലേക്കുള്ള ഗതാഗതത്തിന് ഇത് പ്രയോജനപ്പെടുന്നു. വിദ്യാർത്ഥികളെ അവരവരുടെ വീടുകളിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരികയും സ്കൂൾ കഴിഞ്ഞ് വീടുകളിൽ ഇറക്കി വിടാനും ഇത് ഉപയോഗിക്കുന്നു. ലഞ്ച് ബാസ്ക്കറ്റ് അഥവാ ഉച്ചഭക്ഷണ സഞ്ചി. ഏറെക്കുറെ എല്ലാ വിദ്യാർത്ഥികളും ലഞ്ച് ബാസ്ക്കറ്റ് കൊണ്ടുപോകാറുണ്ട്. അതിൽ ഉച്ചഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, ലഘുഭക്ഷണം, തൂവാല എന്നിവ ഉണ്ടായിരിക്കും. വാച്ച്മാൻ, കാവൽക്കാരൻ. വാച്ച്മാൻ സ്കൂൾ ഗേറ്റിനടുത്താണ് നിൽക്കാറുള്ളത്. സ്കൂളിന് കാവൽ കാക്കുന്നത് ഇയാളാണ്. ചിലപ്പോൾ വിദ്യാർത്ഥികളെ റോഡ് മുറിച്ചു കടക്കാനും സഹായിക്കാറുണ്ട്. സൈക്കിൾ റിക്ഷ. സൈക്കിൾ റിക്ഷ ഒരു 3 ചക്ര വാഹനമാണ്. അതിൽ 3 പേർക്ക് സഞ്ചരിക്കാം. മിക്കപ്പോഴും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും സ്കൂൾ കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകാനും ഇത് പ്രയോജനപ്പെടുന്നു. സീബ്ര ക്രോസിംഗ്. സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ കറുപ്പും വെള്ളയും നിറത്തിലുള്ള പെയിന്റ് കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. ഇതെല്ലാ പള്ളിക്കൂടത്തിനടുത്തും കാണാറുണ്ട്. സ്പീഡ് ബ്രേക്കേഴ്സ്. സ്പീഡ് ബ്രേക്കർ എന്നത് റോഡിൽ അല്പം ഉയർത്തിയിടപ്പെടുന്ന ഒന്നാണ്. വാഹനത്തിന്റെ വേഗതയെ നിയന്ത്രിച്ച് മെല്ലെ പോകാൻ ഇത് സഹായകരമാണ്. പള്ളിക്കൂടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പൊതുവെ ഇത് കാണാം. വെള്ളക്കുപ്പി. ദാഹം ശമിപ്പിക്കാനായി വിദ്യാർത്ഥികൾ കൈവശം സൂക്ഷിക്കാറുള്ള ഒന്നാണ് വെള്ളക്കുപ്പി. ഇതിൽ ആവശ്യത്തിനുള്ള കുടിവെള്ളം പിടിച്ച് സൂക്ഷിച്ചു വെക്കാം. തൂപ്പുകാരി. പള്ളിക്കൂടം, കോളേജ്, ഓഫീസ് പോലുള്ള ഏത് സ്ഥലമായിരുന്നാലും വൃത്തിയായും ശുചിത്വത്തോടെയും ഇവർ സൂക്ഷിക്കുന്നു. പൊതുവെ അടിച്ചുവാരി വൃത്തിയാക്കാൻ ചൂലാണ് ഉപയോഗിക്കാറുള്ളത്. വൃത്തിയാക്കുന്ന ചില ദ്രവവസ്തുക്കളും ബ്രഷും ഉപയോഗിച്ച് തറ തുടച്ചു വൃത്തിയാക്കുന്നു.